ബാലന്റെയും ഗോമതിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ആനന്ദ് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേന് ശ്രീദേവിക്ക് ഭയങ്കര വിഷമായി. ശ്രീദേവി ആ വക്കീൽ നോട്ടീസും പിടിച്ചിങ്ങനെ ഒരേ ഇരിപ്പിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പോഴേക്കും ഉദയഭാനു വന്നിട്ട് പറഞ്ഞു, മോള് വിഷമിക്കണ്ടെന്ന് പറയണ. പക്ഷെ അതിന് ശ്രീദേവി മറുപടി ഒന്നും പറഞ്ഞില്ല. ശ്രീദേവി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് പോയി. ആ സമയം ശ്രീകല വന്ന് ഉദയഭാനോട് പറഞ്ഞു, ഉദയേട്ട ഇനി നമ്മൾ എന്ത് ചെയ്യും? ഡിവോഴ്സ് നോട്ടീസാ അവൻ കൊണ്ട് തന്നിട്ട് പോയിരിക്കുന്നത്. അവര് നമ്മളെ മോളെ വേണ്ടാന്ന്. നമ്മുടെ മോൾ ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല ശ്രീകലെ, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. നമ്മുടെ മോളെ ഡിവോഴ്സ് ചെയ്തിട്ട് അവൻ ചിലപ്പോ വേറെ കല്യാണം കഴിക്കാനായിരിക്കും. അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ജീവനുണ്ടെ ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശ്രീകല പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യാനാ പ്ലാന്? അവൻ എന്താണെങ്കിലും ദേവമോളെ വിളിച്ചോണ്ട് പോകുന്ന എനിക്ക് തോന്നില്ല. നമ്മളുടെ മോളുടെ ജീവിതം തകർന്നില്ലേ? ഞാൻ അന്നേ പറഞ്ഞാ വേണ്ടാന്ന്. ഓഹോ, അപ്പൊ നീയും കൂടെ എന്നെ കുറ്റപ്പെടുത്തണം. അല്ലാതെ പിന്നെ ദേവമോളുടെ മുഖം കാണുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പാപം, നമ്മൾ ചെയ്ത തെറ്റിനും അത് ഇപ്പം അതിനല്ലേ ശിക്ഷ കിട്ടുന്നേ. കണ്ടില്ലേ എത്രമാത്രം അവള് നമ്മളോട് കരഞ്ഞു കേണ് പറഞ്ഞ ഈ ബന്ധം വേണ്ടാന്ന്. പക്ഷെ നമ്മൾ കേട്ടോ ഇല്ല. ഒടുവിൽ കണ്ടില്ലേ അവളുടെ വേദന കണ്ടിട്ട്, അവളുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഉദയേട്ട, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ അങ്ങോട്ട് പോയി. ഉദയഭാനു ഇങ്ങനെ തല പോഞ്ഞ് ആലോചിക്കുകയാണ്, എന്താ ചെയ്യണ്ടേ? ശ്രീദേവി എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടും അവന്, ആനന്ദിന്. കാരണം കോടതി കേസ് എന്നിട്ടുണ്ടെങ്കിൽ തന്റെ ഭാര്യയുടെ മകളുടെ എല്ലാവരുടെയും ചതിയും കാര്യങ്ങളൊക്കെ അവൻ വിളിച്ചു പറയുക തന്നെ ചെയ്യും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? താഴ്ത്തി നിൽക്കാനല്ലാതെ വേറൊന്നും സാധിക്കില്ല. ഒരു കാരണവശാലും കോടതി കേസ് എത്തരുത്, ഡിവോഴ്സ് കേസ് എത്തരുത്. ആ ഒരു ചിന്തയായിരുന്നു ഉദയഭാനുവിന്റെ മനസ്സ് നിറയെ. ഈ സമയത്ത് ധർമ്മനും സുകന്യ കൂടെ ഹണിമൂൺ ട്രിപ്പ് പോവാണ്. അപ്പൊ പോകുന്ന സമയത്ത് ധർമ്മന് കുറെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും സുകന്യ ആണെങ്കിലോ അങ്ങനെ അധികം ഒന്നും സംസാരിക്കാതിരിക്കുക. അപ്പോഴേക്കും ധർമ്മം വിചാരിച്ചു ചിലപ്പം സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ അവര് തേക്കടിയിലെത്തി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് സുകന്യ പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താനുണ്ടെന്ന് പറയണം. ഷോപ്പിംഗ് എന്ത്? കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണം. ആദ്യം നമുക്ക് ഷോപ്പിംഗ് നടത്താന്ന് പറയണം. അങ്ങനെ ധർമ്മനെ കൊണ്ട് പോയി കടയിലേക്ക് കയറുവാണ്. കടയിൽ കയറിയിട്ട് കുറെ ഡ്രസ്സൊക്കെ എടുക്കുവാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അന്തം വിട്ടുപോയി. കാരണം ധർമ്മൻ ഇതിനു മുമ്പ് അവിടെ വീട്ടിലാരും അങ്ങനത്തെ ഡ്രസ്സൊന്നും ധരിച്ച് കണ്ടിട്ടില്ല. ജീൻസും 3/4 ഒക്കെയാണ് അവൾക്ക് സുകന്യക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആ സമയത്ത് ധർമ്മൻ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് ധർമ്മൻ ചോദിച്ചു, അല്ല ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? എനിക്ക് വേണ്ടിയിട്ടോ? സുകന്യക്ക് വേണ്ടിയിട്ടോ? അപ്പൊ സുകന്യ സാരിയല്ലേ? സാരിയോ? ഇതാപ്പൊ നല്ല കഥയായത്. ഹണിമൂൺ പോകുമ്പോ ആരുടെ സാരിയൊക്കെ എടുത്തോണ്ട് പോവോ? ധർമ്മന്റെ ഒരു തമാശ. ധർമ്മേണ്ണ ഇപ്പൊ ആന്റൊക്കെ ഇട്ടോണ്ടാണോ? ഇതൊന്നും പോരാ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ധർമ്മന് വേണ്ടിയിട്ട് കുറച്ച് ബെർമൂടെ ടീഷർട്ടൊക്കെ എടുക്കുവാണ്. കുറെ പൈസ അപ്പൊ തന്നെ ചെലവായി. ധർമ്മനാണെ ആകെപ്പാട് ടെൻഷനായി. അളിയനാണെങ്കിലോ ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കാൻ വേണ്ടി പൈസ തന്നുവിട്ടാ ഇത്രയും പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ അതിനകത്തുനിന്ന് കുറെ പൈസ ചെലവായിട്ടുണ്ട്. പക്ഷെ വേണ്ടെന്ന് പറയാനും പറ്റുന്നില്ല സുകന്യയോട്. ഒടുവില് ധർമ്മം പറഞ്ഞു, സുകന്യ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോ, അതെന്താ? അല്ല ഇത്രയൊക്കെ പൈസ ദൂർത്തടിച്ച് കളയേണ്ട കാര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ധരിക്കാറില്ലെന്ന് പറയണം. അതെ, നാട് ഓടുമ്പോൾ നടുവി ഓടണം എന്നല്ലേ പറയണേ. ഞാൻ ഇത്തിരി മോഡേൺ ആള്. പിന്നെ എന്റെ കൂടെയുള്ള ആളും അങ്ങനെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ലാതെ പട്ടിക്കാട്ടിന്ന് ഇറങ്ങുന്ന പോലെ പാൻറ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടല്ല ഇറങ്ങണേന്നൊക്കെ പറയണം. ഇപ്പൊ അങ്ങനെയാണോ? ആ സമയം സുകന്യ പറഞ്ഞു, നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇച്ചിരി മോഡേണായിട്ടൊക്കെ നടക്കണം. ആ വീട്ടിലെപ്പോഴും സാരിയും ചുറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല. ഞാൻ 3/4 ഇട്ടോണ്ട് നടക്കുന്നതാന്നൊക്കെ പറഞ്ഞു. ദൈവമേ, അതെങ്ങാനും ഇട്ടോണ്ട് അവിടെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ദേവമംഗലത്ത് എങ്ങാനും കയറി ചെന്നാ അതോടുകൂടി അളിയൻ എല്ലാത്തിനെയും ഇറക്കി വിടും എന്നൊക്കെ ഇങ്ങനെ ധർമ്മം മനസ്സിൽ പറയണ്. പക്ഷെ പുറത്ത് സുകന്യയോടത് പറയാൻ പറ്റില്ലോ. അങ്ങനെ അവര് ഹോട്ടലിലേക്ക് എത്തി. റൂം എടുക്കുന്ന സമയത്ത് ധർമ്മന് ഏറ്റവും കുറഞ്ഞൊരു മുറിയാണ് നോക്കുന്നത്. ആ സമയം സുകന്യ പറഞ്ഞു, ഞാൻ അതൊക്കെ സെലക്ട് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല റൂം തന്നെ, നല്ല റെന്റുള്ള റൂം തന്നെയാണ് സുകന്യ ബുക്ക് ചെയ്യുന്നത്. ദൈവമേ, ഇതിപ്പം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇനി അളിയനോട് പൈസ ചോദിക്കേണ്ടി വരും തോന്നേ. തൻ്റെ കയ്യിലാണെ അധികം പൈസയില്ല. അളിയൻ തന്ന പൈസ അത്രയൊന്നും തീർക്കല്ലെന്ന് കരുതി പോന്ന. പക്ഷേ എങ്കില് സുകന്യയുടെ ആർഭാടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മന്റെ കണ്ണ് തള്ളിപ്പോയി. അതിനുശേഷം അവര് പുറത്തവിടെയൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട്. സുകന്യ ഭയങ്കര അടിപൊളിയായിട്ടാണ്. ധർമ്മനാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വീർപ്പുമുട്ടല. വലിയ വീമ്പിളക്കിയിട്ട് വന്നാണ്. ആനന്ദിനോടും ആരിനോടും ഒക്കെ ഞാന് തിരിച്ചു വരുമ്പോ കണ്ടു ഉള്ളം കൈയിലായിരിക്കും
സുകന്യ എന്നെ കൊണ്ടു നടക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ അങ്ങനെയൊന്നും ഉണ്ടാകുന്ന ലക്ഷണം കാണുന്നില്ല. ദൈവമേ, താൻ നാണം കിട്ടുപോലോ എന്നൊരു ചിന്തയൊക്കെ ധർമ്മന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. സുകന്യാണെങ്കിലോ നല്ല എൻജോയ് ചെയ്ത് അതിലൂടെയൊക്കെ നടക്കുന്നത്. പക്ഷെ ധർമ്മനെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലായിരുന്നു. ധർമ്മൻ അത് നടക്കുന്നുണ്ടെങ്കിലും അധികം ധർമ്മനോട് സംസാരിക്കാനൊന്നും വന്നിട്ടുമില്ല. സുകന്യ എൻജോയ് ചെയ്യുന്ന കണ്ടപ്പോൾ ധർമ്മനാണെങ്കിൽ വല്ലാത്തൊരു വിഷമമായി. എന്ത് ചെയ്യണമെന്ന് പോലും ധർമ്മന് അറിയത്തുണ്ടായിരുന്നില്ല. കാരണം ആദ്യത്തെ 2 ദിവസം അങ്ങനെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ആ 2 ദിവസം സുകന്യയുടെ അടുത്തേക്ക് പോലും സുകന്യ അടുപ്പിച്ചില്ല. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ധർമ്മനുണ്ടായിരുന്നു. ധർമ്മം വിചാരിച്ചുകൊണ്ടിരുന്നേ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തില് കല്യാണം കഴിച്ചതാണല്ലോ, കണ്ടിട്ട് പോലില്ല. അങ്ങനെ കല്യാണം കഴിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നാ ധർമ്മം വിചാരിച്ച. ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോഴത്തേനും എല്ലാം ഓക്കെ ആണെന്ന് കരുതി. പക്ഷെ സുകന്യയുടെ പോക്ക് കണ്ടിട്ട് അങ്ങനെയൊന്നും ധർമ്മന് തോന്നുന്നില്ല. ഇപ്പം തനിക്ക് തെറ്റുമോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരു നിമിഷം ധർമ്മന് തോന്നി കല്യാണമേ വേണ്ടെന്ന് വരെ തോന്നിപ്പോയി. കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടിയാണ് തന്റെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് ധർമ്മൻ ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. അതേ സമയത്ത് ആനന്ദ് വീട്ടിലേക്ക് വന്നു. ആനന്ദിന്റെ മനസ്സിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശ്രീദേവിയും താനും തമ്മിൽ ഡിവോഴ്സ് നടക്കുമെന്ന് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വീട്ടിലുള്ളവർ സമ്മതിക്കില്ല. പിന്നെ അവളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല വീട്ടിലുള്ളവർ ഉൾക്കൊള്ളുന്നേ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം അത്താഴം കഴിക്കാനായിട്ട് ആനന്ദിനെ വിളിച്ചെങ്കിൽ ആനന്ദ് പറഞ്ഞു എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുവേതേ. അപ്പോഴേക്കും മിത്ര വന്നിട്ട് പറഞ്ഞു ചിലപ്പം ആനന്ദേട്ടന് ശ്രീദേവി ഇവിടെ ഇല്ലാത്തതുകൊണ്ടുള്ള വിഷമമായിരിക്കും, അതുകൊണ്ടായിരിക്കും ആനന്ദേട്ടൻ കഴിക്കാൻ വരാത്തെ. വാ ആനന്ദേട്ട കഴിക്കാൻ വരാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. പക്ഷെ ആനന്ദ് പോയില്ല. അപ്പോഴേക്കും ഗോമതി ബാലനോട് പറഞ്ഞു ബാലേട്ട എത്രയും പെട്ടെന്ന് ദേവിമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. കണ്ടില്ലേ ആനന്ദിന്റെ മുഖത്ത് ആകെപ്പാടെ വിഷമ ദേവിമോട് വരാത്തതിന്റെ. അല്ല ഇനിയിപ്പോ ശ്രീകലയെ നോക്കാനായിട്ട് ആരെങ്കിലും വേണമെങ്കിൽ അവിടെ ആരെങ്കിലും ഏർപ്പാടാക്കിയ പോരെ, അതിനിപ്പോ ദേവിമോള് തന്നെ അവിടെ നിൽക്കണമെന്ന് വല്ല നിർബന്ധം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒടുവില് ബാലൻ പറഞ്ഞു നോക്കാം എന്ന് പറയാണ്. ബാലനാണെങ്കിൽ അതിനോട് താല്പര്യമില്ല. കാരണം അവരുടെ ചതിയും കാര്യങ്ങളൊക്കെ ബാലനറിയാലോ. ഇനി അത് ഇവരോട് എങ്ങനെ പറയും എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ. പക്ഷെങ്കിൽ ആനന്ദിന്റെ കാര്യത്തിലും ബാലിന് സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ആനന്ദ് എന്തേലും കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാത്തേന്ന്. അന്ന് രാത്രിയിൽ ആനന്ദിന് കിടന്നിട്ടാണ് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആനന്ദിന്റെ മനസ്സിൽ കൂടെ പഴയ പല കാര്യങ്ങളും പോവാണ്. ശ്രീദേവിയും താനുള്ള വിവാഹം കഴിഞ്ഞും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർത്തിട്ട് ആനന്ദിന് ടെൻഷനായിരുന്നു. പക്ഷേങ്കില് ഇതിനേക്കാളും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ശ്രീദേവി. ആഹാരം പോലും കഴിക്കുന്നില്ല, വെള്ളം പോലും കുടിക്കാതിരിക്കുക. ഒടുവില് ശ്രീകല എന്നിട്ട് ശ്രീദേവി വിളിക്കണം. പക്ഷെ ശ്രീദേവി കഴിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനുവിന്റെ അടുത്ത് എന്നിട്ട് ശ്രീകല പറഞ്ഞു ഉദയേട്ടാ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, ദേവിമോൾ ആഹാരം ഒന്നും കഴിക്കുന്നില്ല, ഉദയേട്ടന് ഒന്ന് ചെന്ന് അവളെ വിളിച്ചോണ്ട് വാ. അങ്ങനെ ശ്രീദേവി ചെന്ന് വിളിച്ചിട്ട് ശ്രീദേവി വരാൻ കൂട്ടാക്കില്ല. ശ്രീദേവി കിടന്നിടത്ത് തന്നെ കിടക്കുവാണ്. പിന്നീട് ഉദയഭാനു ശ്രീകലയോട് വന്നിട്ട് പറഞ്ഞു അവൾ എഴുന്നേറ്റ് വരുമെന്ന് തോന്നുന്നില്ല, ഒരു കാര്യം ചെയ്യാം നീ ഇങ്ങോട്ട് എടുത്താട്ടെ, ഞാൻ അവൾക്ക് കൊണ്ട് കൊടുത്തോളാന്ന് പറയണം. അങ്ങനെ ഉദയഭാനുവിന്റെ കയ്യിലേക്ക് ആഹാരം എടുത്തു കൊടുത്തു ശ്രീകല. ഉദയഭാനു അതൊക്കെ ആയിട്ട് നേരെ ദേവിയുടെ അടുത്തേക്ക് വന്നു. ശ്രീദേവിയുടെ മോളെ എഴുന്നേറ്റ് വാ, വന്ന് ആഹാരം കഴിക്കാൻ പറയണം. ഒടുവിൽ ശ്രീദേവിയെ നിർബന്ധിച്ച് ഡൈനിങ് ടേബിളിന് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ശ്രീദേവി ഇരുന്നു. പക്ഷെ ഇരുന്നിട്ടും കഴിക്കാൻ കൂട്ടാക്കില്ല. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, മോളെ ഞാൻ അവിടെ കൊണ്ടേ ആക്കാന്നേ, മോളിപ്പോ തൽക്കാലത്തേക്ക് ഇത് കഴിക്കുക, അതെ അച്ഛനല്ലേ പറയണേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്പൂണിനകത്ത് ഇങ്ങനെ കോരി കൊടുക്കുകയാണ് കഴിക്കാനായിട്ട്. ശ്രീദേവി കഴിക്കാതിരുന്നപ്പം പറഞ്ഞു മോളെ അച്ഛനോട് ക്ഷമിക്കും മോളെ, മോളുടെ കാല് വേണം ഞാൻ പിടിക്കാം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കോരി കൊടുക്കാനായിട്ട് ഇങ്ങനെ വാഴ അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീദേവിക്ക് അതിന്റെ സ്മെല്ലടിച്ചും പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു. ശ്രീദേവി ഇങ്ങനെ ഓക്കാനിച്ചോണ്ട് പോയി അങ്ങനെ ഛർദ്ദിക്കുവാണ്. ഇതെന്ത് പറ്റി എന്ന് ഉദയഭാനു ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു ഇത് മറ്റേതാന്ന് തോന്നിയെന്ന് പറയണേ. എന്ത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പെൺകുട്ടികളൊക്കെ ഉണ്ടാകുന്നേ, ഇത് അത് തന്നെയാന്ന് പറയണേ. നീ എന്താ ഒന്ന് തെളിച്ചു പറ എന്റെ ശ്രീകലേ. അതെ നമ്മുടെ മോള് ഗർഭിണിയാന്ന് തോന്നിയെന്ന്. ഗർഭിണിയോ? ആ നിമിഷം അത് കേട്ട ശ്രീദേവിയും ഞെട്ടിപ്പോയി. തന്റെ വയറ്റില് ആനന്ദേണ്ട ഒരു കുഞ്ഞുണ്ടോ? അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ഇതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ അമ്മേ, ഞാൻ ആഹാരം കഴിക്കാതിരുന്നിട്ട് എങ്ങാണ്ട. പിന്നെ അതൊന്നും അല്ല, എനിക്കറിയാലോ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അത് തന്നെയാ തോന്നേ, മോള് ഗർഭിണിയാ ഞാൻ ഉറപ്പിച്ചെന്ന് പറയണം. അപ്പോഴേക്കും ഉദയവാന് സന്തോഷമായി. എന്റെ ഭഗവാനെ നീ ആയിട്ടൊരു വഴി കാണിച്ചു തന്നു, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. ഇനി ദേവിയുടെ കാര്യത്തില് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഇനിയിപ്പം കുടുംബ കോടതിയും കേസും മറ്റും ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഡിവോഴ്സ് ആവും, അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ലോ. അപ്പൊ ദൈവമായിട്ടൊരു വഴി കാണിച്ചു തന്നാ ഇനി പേടിക്കേണ്ട കാര്യമില്ല, ഇവളുടെ വയറ്റൊരു കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമാ, ഇപ്പൊ തന്നെ ഇത് വിളിച്ചു പറയണം ആനന്ദിനോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദയഭാനു അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേന് ശ്രീകല കയ്യിലേക്ക് കയറി പിടിച്ചു. ഇത് ഉദയേട്ട വേണ്ടാന്ന് പറയാ. അതെന്താ? ഫോണിക്കുള്ള വിളിച്ചു പറഞ്ഞാൽ ശരിയാവത്തില്ല. പിന്നെയോ
ആനന്ദിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. ആനന്ദ് ഇവിടെ വരട്ടെ എന്ന് പറയാം. എടി അവൻ അങ്ങനെ വരുവോ? അതെ, ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, അത് മേടിക്കാനാന്ന് പറഞ്ഞാൽ മതി, അവൻ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ഉദയഭാനുവിന് തോന്നി അത് ശരിയാണ്. അങ്ങനെ ഉദയഭാനു ആനന്ദിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയണം. അപ്പോഴത്തേനും ആനന്ദ് ചോദിച്ചു ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അതൊക്കെ ഉണ്ട്, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ആനന്ദ് അത് മേടിക്കാമല്ലോ എന്നോർത്തുള്ള സന്തോഷത്തിലാണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല ഉദയഭാനുവാണ് ആ സത്യങ്ങൾ തുറന്നു പറയണേ. അതെ, ശ്രീദേവി മോള് പ്രഗ്നന്റ് ആന്ന് പറയണ. ഇത് കേട്ടപ്പോൾ ആനന്ദ് ഞെട്ടി. പ്രഗ്നന്റോ? അതെ. വെറുതെ കള്ളത്തരം പറയണ്ട, നിങ്ങൾ ഇതെല്ലാം ഇതിലപ്പുറം ചെയ്യും. ഡിവോഴ്സ് നോട്ടീസ് കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത അടവുമായിട്ട് വന്നിരിക്കുമല്ലേ? നിങ്ങളെ ഞാൻ കുറെ കണ്ടതാ. ഇനി എൻ്റെ അടുത്ത് ഈ പരിപാടിയൊന്നും നടക്കില്ല. മര്യാദയ്ക്ക് ഒപ്പിട്ട് വന്നോ നല്ലത്. ഈ ചതിയും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് കയറാന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു മോളെ, അല്ല മോനെ, ഞങ്ങൾ പറയുന്ന വിശ്വാസം വരുന്നതിൽ ഒരു കാര്യം ചെയ്യാം. മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ല്. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണാൻ. മോൻ ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ പോയിക്കോ. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടറെ ചെക്കപ്പ് ചെയ്ത് നോക്കട്ടെ. അതിനുശേഷം മോള് പ്രഗ്നന്റ് ആണെന്ന് അറിയുവാണെങ്കിൽ മോളെ കൊണ്ട് വീട്ടിലേക്ക് പോയാൽ മതി. മോൻ്റെ ഒരു കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെങ്കിൽ അവളെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആനന്ദ ചിന്തിച്ചു, ഇവർ പറയുന്ന സത്യമാണല്ലോ എന്ന് അറിയണമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഒടുവിൽ ശ്രീദേവിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ആനന്ദ് ചെക്കപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെക്കപ്പൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ശ്രീദേവി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിയണേ. എന്ത് ചെയ്യണമെന്നായി. കാരണം തൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. ഇനി ഉപേക്ഷിക്കാനും പറ്റൂല. ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ശ്രീദേവി ആനന്ദന്റെ കാലിലേക്ക് വീണിട്ട് പറഞ്ഞു, എന്നെ ഉപേക്ഷിക്കില്ല ആനന്ദേട്ടാ. ആനന്ദന്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ആനന്ദനോടൊപ്പം ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാലെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ആനന്ദ് വല്ലാത്ത പെട്ട അവസ്ഥയിലായിപ്പോയി. ശ്രീദേവി ഒരു കാര്യം മാത്രം പറഞ്ഞു, ഇനി ആനന്ദൻ എന്നെ കൊണ്ടാനും പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ കുഞ്ഞിനെ കളയാനൊന്നും പോകുന്നില്ല. ഞാൻ ഈ കുഞ്ഞിനെ പോറ്റി വളർത്തും. ആനന്ദൻ എന്നെ ഡിവോഴ്സ് ചെയ്താലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്തുമെന്ന് തറപ്പിച്ച് പറയാണ്. ആനന്ദിന് വേറെ നിവൃത്തി ഇല്ലായിരുന്നു കൊണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആനന്ദ് ശ്രീദേവിയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.